പൊന്നി പൊന്നി മഞ്ഞ കളറുണ്ട്. പൊന്നിക്കുട്ട എവിടെ പോണ അമ്മയും മോളും കൂടി? ഞങ്ങള് നടക്കാൻ പോവാന്. കുഞ്ഞുണ്ണി കുഞ്ഞോ എടാ കുഞ്ഞോ പിന്നെന്താ ലൈറ്റ് ഓഫ് ചെയ്യണം. പപ്പോട് പറ ലൈറ്റ് ഓഫ് ചെയ്യാൻ. ലൈറ്റ് ഓഫ് ചെയ്തോ പപ്പേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. നമ്മൾ ആദ്യമായിട്ട് ബേബി കാരിയർ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കണ്ടേ. അപ്പോൾ എന്താ നല്ലൊരു ഐറ്റമാണിത്. ഞങ്ങൾ പർച്ചേസ് ചെയ്തതല്ല, അപ്പോൾ എൻ്റെ കസിൻ ജെയിനി നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഇതൊരു മസ്റ്റ് ഹാവ് എന്ന് തന്നെ പറയും. കാരണം എസ്പെഷ്യലി എപ്പോഴും കൊച്ചിനിങ്ങനെ എടുത്തുകൊണ്ട് കിടക്കൽ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. കൈ നമ്മുടെ എപ്പോഴെങ്കിലുമൊക്കെ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ട വരുമല്ലോ. അപ്പോൾ രണ്ട് കൈ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ മറ്റേ ഇത്തിരി ഒക്കത്തെടുക്കാറായൊരു പ്രായമാണെങ്കിൽ അതുങ്ങൾ പിടിച്ചിരുന്നോളും. അല്ലാത്തപ്പോൾ നമ്മൾ രണ്ട് കൈയും എപ്പോഴും കുഞ്ഞാവയായിട്ട് ഓക്യുപ്പൈഡ് ആയിരിക്കും. അപ്പോൾ അവളെയും കൊണ്ട് നമ്മൾ ഒന്ന് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കാണണേ. നോർമലി ലിഫ്റ്റിനുള്ളിൽ കയറുമ്പോൾ ഒന്ന് ചിണുങ്ങണ ഒരാൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ ഡിസൈനുകളോ പുതിയൊരു വേ ഓഫ് സിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് വലിയ കാര്യത്തിന് അവളുടെ വെയിറ്റ് ഒന്നും ഫീലൊന്നും ആവണുണ്ടായിരുന്നില്ല. നോർമലി എടുക്കുമ്പോൾ അത്രയും ആവില്ല, കാരണം രണ്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണല്ലോ വെയിറ്റ്. മറ്റേ നമ്മളെടുക്കുമ്പോൾ ഒരു ഷോൾഡർ ഒരു ഹിപ്പിലല്ലേ കൂടുതൽ പ്രഷർ പോകണം. ഇത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതുകൊണ്ട് തന്നെ വലിയ കാര്യത്തിന് അവളുടെ വെയിറ്റ് അങ്ങനെ ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഒരു പ്രായം വരെ കൊച്ചിനെ നമ്മൾ നമ്മുടെ ദേഹത്തേക്ക് നമ്മുടെ സൈഡിലേക്ക് ഫേസ് ചെയ്തായിരിക്കും ഇരുത്തുന്നത്. പിന്നെ അവൾ ഇച്ചിരിയും കൂടെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിട്ടും അപ്പോൾ കൂടുതൽ നന്നായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴും കാഴ്ച കാണുന്നതിന് കുറവൊന്നുമില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയെല്ലാം കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഐറ്റം എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നോർമലി അമ്മയച്ഛനുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ 4 പേരും കൂടി, ഞങ്ങൾ 5 പേരും കൂടിയാണ് ഈവനിങ് വാക്കിന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇത് അവർ പോയി 2-3 ദിവസത്തിനിടയിലായതുകൊണ്ട് ആ ഒരു ഹാങ് ഓവറിലൊക്കെ തന്നെ ആയിരുന്നതുകൊണ്ടും അവരെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. അവൾ കങ്കാരി കുഞ്ഞിനെ പോലെ ഇതിനകത്ത് ഇരിക്കണത്. അവളും കംഫർട്ടബിൾ ആയിരുന്നു ഇതിനകത്ത്. ഇല്ലെങ്കിൽ പെണ്ണ് പൊളിക്കുമല്ലോ. പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് തന്നെ അതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ സ്ഥിരം വന്നിരിക്കുന്ന സ്പോട്ട്. പിന്നെന്താ ഒരു സാൽസയൊക്കെ അവളെ വെച്ച് കളിച്ച് ഇതൊക്കെ വെറുതെ ഷോ കാണിക്കാനാണ്. എങ്ങനെയുണ്ട് സാധനമൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ബാറ്റിന് കൈമാറി പോളേട്ടിന് അവളെ ഇടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. കാരണം ഫസ്റ്റ് ടൈം ഇവളെ വെച്ച് പോളേട്ടിന് എടുത്ത സമയത്ത് ഇവൾ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. എൻ്റെ മേത്ത് സുഖമായിട്ടിരുന്നിരുന്നെങ്കിലും പോളേട്ടിൻ്റെ മേത്ത് വെച്ചപ്പോഴേക്കും അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. എടുത്ത് മാറ്റേണ്ടിയൊക്കെ വന്നായിരുന്നു. പക്ഷേ ഇത്തവണ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു 2 പേർക്കും അച്ഛനും മോക്കും ഏകദേശം പഠിച്ചു ഈ സാധനത്തിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പോളേട്ടിൻ്റെ കയ്യിൽ അവളെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് വേയിലേക്ക് പോയി. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു വാക്ക് വേ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 2-2.5 കിലോമീറ്റേഴ്സ് ഉണ്ട് അത് ഫുൾ നടന്ന് വരാനായിട്ട്. അപ്പം ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ നടന്നു. എല്ലാം പറ്റുന്ന ദിവസങ്ങൾ, ഭയങ്കര തണുപ്പില്ലാത്ത ദിവസങ്ങളിൽ, മഴയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങും. അപ്പം നോർമൽ റോഡിലിങ്ങനെ പട്ടികളൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് തന്നെ ഈ ചിരി പോകുന്ന കൊച്ചിനെ കൊണ്ട് അങ്ങനെ അതിൽ പോവാറില്ല. ഇപ്പം ഞങ്ങൾ ഈ വാക്ക് വേ കൂടെയാണ് നടക്കാറ്. ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട്, പിള്ളേരുടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പാറുക്കുട്ടൻ ഇച്ചിരി കൂടി വലുതാകുമ്പോൾ വേണം നമുക്ക് അതിലൊക്കെ കൊണ്ട് ഇരുത്താനും അതിലേക്കൊക്കെ പോയി ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ. നല്ല രസമാണ്. ഇപ്പം ഇവിടുത്തെ സമ്മറിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് വലിയ കാര്യത്തിന് ചെടികളൊന്നും ഇല്ലാത്ത. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നല്ല ചെടികളും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. നോർമലി ഒരു പരിധി വരെ അവൾക്ക് ഉറക്കവും തൂങ്ങി. അവൾ ഉറങ്ങിപ്പോയപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.